മാറ്റി തുടങ്ങല്ലേ? Yes. Good evening, dear students. Good evening, sir. Good evening, sir. Good evening. അപ്പോ സാധാരണ പോലെ നമുക്ക് സിനോണിംസും ആന്റണിംസും വരെ ആദ്യം നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അപ്പൊ സിനോണിംസില് ആദ്യത്തെ വേർഡ് റബല്യൻ, REBELLION. റബല്യൻ എന്നാണ് അതിന്റെ ഉച്ചാരണം. റബല്യൻ എന്ന് പറഞ്ഞാൽ വിപ്ലവം അല്ലെങ്കിൽ ലഹള. ഇൻസറക്ഷൻ, പോരാട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കലാപം എന്നൊക്കെ പറയില്ലേ? അപ്പൊ റിബല്യന്റെ ഒരു സിനോണിമാണ് റിവോൾട്ട്, REVOLT. REVOLT. റിവോൾട്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെ അതിന്റെ മീനിങ് ജനക്ഷോഭം അല്ലെങ്കിൽ വിപ്ലവം. മറ്റൊരു വേർഡാണ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ കലാപം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റവല്യൂഷണറി ചേഞ്ച്, അതായത് വിപ്ലവകരമായ മാറ്റം എന്നാണ്. ആ വിപ്ലവം എന്ന് പറഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിപ്ലവമല്ല. അപ്പൊ റിവോൾട്ട് ഒരു വേർഡ്. നെക്സ്റ്റ് മ്യൂട്ടിനി, MUTINY. മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ അതും കലാപം എന്ന് തന്നെയാണ്. പക്ഷേ അതിന് ചെറിയ വ്യത്യാസമുണ്ട്. മിലിറ്ററി റിവോൾട്ട് ആണത്, ഒരു സൈനിക കലാപം. കാരണം നമ്മുടെ നാട്ടിലൊന്നും സാധാരണ സൈനിക കലാപങ്ങൾ ഉണ്ടായിട്ടില്ല, നമുക്കറിയില്ല. അപ്പൊ മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ എന്താണ്? കലാപം തന്നെ, ബട്ട് മിലിറ്ററി റിവോൾട്ടിനെയാണ് നമ്മള് മ്യൂട്ടിനി എന്ന് പറയുന്നത്. ഇൻസറക്ഷൻ ഓഫ് സോൾജിയേഴ്സ്, സൈനികർ ഉണ്ടാക്കുന്ന കലാപത്തെയാണ് മ്യൂട്ടിനി എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് രണ്ടാമത്തെ വേർഡാണ് റിബഫ്, REBUFF. REBUFF. റിബഫ് എന്ന് പറഞ്ഞാൽ an unexpected refusal, നിരാകരിക്കൽ, നിരാകരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കൽ എന്നൊക്കെ നമുക്ക് പറയാം. വേണ്ടെന്ന് വയ്ക്കൽ. ഈ റിബഫ് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ, ക്രിയയായിട്ട് ഉപയോഗിക്കുമ്പോൾ നിരാകരിക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക എന്നൊക്കെയാണ് അതിന് മീനിങ് വരുന്നത്. റിപ്പൽ അല്ലെങ്കിൽ റിജക്ട്. റിബഫ് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ദി ആക്ട് ഓഫ് റിപ്പലിംഗ് ഓർ ദ ആക്ട് ഓഫ് റിജക്റ്റിംഗ്. വെർബായിട്ട് ക്രിയയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തിരസ്കരിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. അതിന്റെ നിരസിക്കുക, അത് തന്നെ. അതിന്റെ ഒരു സിനോണിമാണ് ഒന്ന് റിജക്റ്റ്. റബ്യൂക്ക് എന്നൊരു വാക്കും കൂടി ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്, REJECT. റെഫ്യൂസ് ഉപയോഗിക്കാം. റബ്യൂക്ക്, REBUKE, റബ്യൂക്ക്. മറ്റൊരു വേർഡാണ് റിപ്രിമാൻഡ്, നല്ലൊരു പദമാണ് അത്, REPRIMAND. റിപ്രിമാൻഡ്. റിപ്രിമാൻഡ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക അല്ലെങ്കിൽ താക്കീത് നൽകുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. റെപ്യൂഡിയേറ്റ് എന്നൊരു വേർഡ് കൂടിയുണ്ട്, REPUDIATE. റെപ്യൂഡിയേറ്റ്. റെപ്യൂഡിയേറ്റ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ റിജക്ട് ചെയ്യുക, നല്ല ഒരു പദമാണ് അത്. ഡിക്ലൈൻ എന്ന അത് നമുക്ക് അത്രയും ആപ്റ്റ് വേർഡാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ റിബഫ്, റബ്യൂക്ക്, റിജക്ട് ആൻഡ് റെപ്രിമാൻഡ്. ധാരാളം പദങ്ങളുണ്ട്.
പക്ഷെ കോമൺലി യൂസ്ഡ് വേർഡ്സ് ഇതാണ്. കുറച്ചുകൂടി ടഫായിട്ടുള്ള ഭാഷയിൽ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണത്. സർ അതിന്റെ മീനിങ് ഒന്നും കൂടെ പറയുമോ? ഏതിന്റെയാണ്? റെപ്യൂഡിയേറ്റ്, REPUDIATE. റെപ്യൂഡിയേറ്റ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക, നിരാകരിക്കുക എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. He repudiated the offer. ആ ഓഫർ അവൻ തള്ളിക്കളഞ്ഞു. തേർഡ് വേർഡ് റിക്കവർ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റിക്കവർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ നോർമൽ മീനിങ് റീഗെയിൻ ഹെൽത്ത് ഫ്രം സിക്നസ്, അതായത് അസുഖത്തിൽ നിന്ന് മുക്തി നേടുക അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കുക. തരണം ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓവർകം എന്ന വേർഡാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. The word recover means regain health, especially health from a long sickness. നമ്മൾ കുറെ നാളുകളായിട്ടുള്ള അസുഖത്തിൽ നിന്നുള്ള മുക്തിയെയാണ് റിക്കവർ എന്ന് പറയുന്നത്. അദ്ദേഹം റിക്കവർ ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടാണ്. റിക്കവറിന്റെ ഒരു സിനോണിമാണ് റീഗെയിൻ, REGAIN. റീഗെയിൻ, വീണ്ടെടുക്കുക, റിട്ടേൺ ടു ഹെൽത്ത് or return to former state. മറ്റൊരു വേർഡ്, അതായത് റിക്കവറിന്റെ മറ്റൊരു സിനോണിമാണ് റിട്രീവ്, RETRIEV. RETRIEV, റിട്രീവ്. റിട്രീവ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ടു റീഗെയിൻ സംതിങ് ദാറ്റ് ഇസ് ലോസ്റ്റ്, അതിനാണ് നമ്മൾ റിട്രീവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറവ് തീർക്കുക എന്ന അർത്ഥം കൂടി അതിനുണ്ട്. ഓക്കെ, അപ്പൊ റിക്കവർ എന്ന വാക്കിന്റെ സിനോണിംസ് ഏതൊക്കെയാണ്? റീഗെയിൻ, മറ്റൊന്ന് റിട്രീവ്. ആ റിട്രീവ് എന്ന വാക്ക് നമുക്ക് നൗൺ ഫോം ആയിട്ട് ഉപയോഗിക്കാം, പക്ഷെ അതിന്റെ ഉച്ചാരണം വ്യത്യാസം വരും. റിട്രൈവൽ എന്നായിട്ട് മാറും, വീണ്ടെടുക്കൽ അല്ലെങ്കിൽ കുറവ് തീർക്കൽ. ഓക്കെ, ഫോർത്ത് വൺ പറയാം. റിഫൈൻഡ്, REFINED. REFINED. റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ശുദ്ധി ചെയ്ത, അല്ലെങ്കിൽ ഫിഗറേറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഉത്കൃഷ്ടമായ, മഹത്തായ എന്നൊക്കെ അതിനർത്ഥം പറയാം. അല്ലെങ്കിൽ പരിഷ്കൃതമായ. അപ്പൊ നമ്മൾ പറയാറുണ്ട് റിഫൈൻഡ് ക്രൂവൽറ്റി. റിഫൈൻഡ് ക്രൂവൽറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പരിഷ്കൃത ക്രൂരത. റിഫൈൻഡ് ആ വാക്കിന്റെ സിനോണിം ഒന്ന് പോളിഷ്ഡ്, POLISHED. POLISHED. പ്യൂരിഫൈഡ് എന്ന വാക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊന്ന് എലഗന്റ്, ELEGANT. ELEGANT, എലഗന്റ്. എലഗന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഭഗമായ, അല്ലെങ്കിൽ ലക്ഷണമൊത്ത, ആഡംബരമായ എന്നൊക്കെ അതിനർത്ഥമുണ്ട് എലഗന്റ്. അപ്പോ റിഫൈൻഡ്, സ്ഫുടം ചെയ്ത അല്ലെങ്കിൽ ശുദ്ധി ചെയ്ത എന്നൊക്കെയാണ് മീനിങ്. അതിന്റെ സിനോണിംസ് ആണ് പോളിഷ്ഡ്, മറ്റൊന്ന് എലഗന്റ്. നെക്സ്റ്റ് ലാസ്റ്റ് വേർഡ് ഇതാണ്, റിജോയ്സ്, REJOICE. REJOICE.
റിജോയ്സ് എന്ന വാക്ക് നമുക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോ അതിന്റെ അർത്ഥം ആഹ്ലാദിക്കുക, ടു ഫിൽ വിത്ത് ഹാപ്പിനെസ്. ഇവിടെ റിജോയ്സ് എന്ന് പറഞ്ഞാൽ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആനന്ദിക്കുക അല്ലെങ്കിൽ ഉല്ലസിക്കുക, ഫീൽ ജോയ് ഓർ മേക്ക് മെറി എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. റിജോയ്സ് അതിന്റെ ഒരു സിനണിമാണ് എക്സൾട്ട്, EXULT. EXULT. മറ്റൊന്ന് ഡിലൈറ്റ്. ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം. പക്ഷെ അത് വെർബായിട്ട് ക്രിയയായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആനന്ദിക്കുക, ഉല്ലസിക്കുക, പ്ലീസ് ഹൈലി ഓർ റിജോയ്സ് എക്സീഡിംഗ്ലി, അമിതമായി സന്തോഷിക്കുക, മതിമറന്ന് ആഹ്ലാദിക്കുക എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പൊ ചീർഫുൾ അല്ല, ചീർഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അഡ്ജക്റ്റീവ് ആണ്. അതായത് നമുക്കൊരു വാക്ക് തന്നിട്ട് അത് വെർബാണോ നൗൺ ആണോ എന്ന് ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ എക്സാക്ട് സിനണിം ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. Once again I say those synonyms which I have just given to you. First one, rebellion, and the synonyms revolt and mutiny. Next, rebuff, reject, reprimand and repudiate. Recover, regain, matonna retrieve. Refined, REFINED, refined. And അതിന്റെ synonyms ആണ് polished, elegant or purified. അപ്പൊ സിനണിംസ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആന്റണിംസിലേക്ക് വരാം. ഈ വാക്കുകളുടെ ആന്റണിംസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോണത്. അതായത് റെബല്യൻ എന്ന വാക്കിന്റെ ആന്റണിം, ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ. റെബല്യൻ എന്ന വാക്കിന്റെ ഒന്നാമത്തെ ആന്റണിമായിട്ട് ഇവിടെ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് ഡോമിനേഷൻ, DOMINATION. DOMINATION, ഡോമിനേഷൻ. ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ ആധിപത്യം, വാഴ്ച, മേൽക്കോയ്മ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ആധിപത്യം. മറ്റൊരു വേർഡ് സോവറൈൻറ്റി, SOVEREIGNTY. SOVEREIGNTY, സോവറൈൻറ്റി. സോവറൈൻ എന്ന് പറഞ്ഞാൽ പരമാധികാരമുള്ള, സോവറൈൻ റിപ്പബ്ലിക് നമ്മൾ പറയാറുണ്ട്. സോവറൈൻ എന്ന് പറഞ്ഞാൽ, സോവറൈൻറ്റി എന്ന് പറഞ്ഞാൽ നൗൺ ഫോം ആണ്. പരമാധികാരമുള്ള, സൂപ്രമസി. അതെ, ഷിജിൻ വർഗീസ് പറഞ്ഞത് ശരിയാണ്. മറ്റൊന്ന് സോവറൈൻറ്റി എന്നുള്ളതിന്റെ എക്സാക്ട് മലയാളം പറയുകയാണെങ്കിൽ പരമാധികാരം എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വേർഡാണ് റിബഫ്, REBUFF. അതിന്റെ മീനിങ് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും നമ്മളത് പറയണമെന്നില്ല. റിബഫ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റണിം ഒന്ന് ആക്സെപ്റ്റൻസ്, ACCEPTANCE. ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ the act of accepting അല്ലെങ്കിൽ കൈക്കൊള്ളൽ,
സ്വീകാര്യം അല്ലെങ്കിൽ സ്വീകാര്യത. പിന്നെ സമ്മതപത്രം എന്ന അർത്ഥത്തിലും ആക്സെപ്റ്റൻസ് ഉപയോഗിക്കും. നെക്സ്റ്റ് റിബഫ് എന്നുള്ളതിന്റെ മറ്റൊരു സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുക. റിബഫ് എന്ന വാക്കിന്റെ മറ്റൊരു ആന്റണിമാണ് എംബ്രേസ്. EMBRACE. EMBRACE. എംബ്രേസ് എന്ന് പറഞ്ഞാൽ ആലിംഗനം അല്ലെങ്കിൽ ആശ്ലേഷണം. എംബ്രേസ് എന്ന വാക്ക് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആശ്ലേഷിക്കുക അല്ലെങ്കിൽ പുണരുക, ആലിംഗനം ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. റിസീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ റിബഫ് എന്ന വാക്കിന്റെ രണ്ട് ആന്റണിംസ് ആണ്. ഒന്ന് ആക്സെപ്റ്റൻസ്, മറ്റൊന്ന് എംബ്രേസ്. നെക്സ്റ്റ് റിക്കവർ എന്ന വേർഡാണ് നിങ്ങൾക്ക് അടുത്ത് അതിന് മുമ്പ് ആന്റണിം സിനോണിംസിൽ തന്നത്. അപ്പൊ റിക്കവർ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ആന്റണിം ഒന്ന് നല്ലൊരു പദമാണത് ഡിറ്റീരിയറേറ്റ്. DETERIORATE. ഉണ്ടോ? ഡിറ്റീരിയറേറ്റ്. ഡിറ്റീരിയറേറ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് വേഴ്സ്, വഷളാവുക അല്ലെങ്കിൽ നില മോശമാവുക. ഹിസ് ഹെൽത്ത് ഡിറ്റീരിയറേറ്റഡ് എന്ന് പറഞ്ഞാൽ അവന്റെ ആരോഗ്യം വഷളായി അല്ലെങ്കിൽ അധപ്പതിക്കുക എന്നർത്ഥമുണ്ട്. നശിച്ചു പോകുന്ന എന്ന് പറയാൻ പാടില്ല. തന്നെയാ ഡിറ്റീരിയറേറ്റ് എന്ന വാക്ക് വെർബാണ്. അതുകൊണ്ട് വഷളാവുക, ആ ക എന്ന അക്ഷരത്തിലായിരിക്കും അതിന്റെ മലയാളം അവസാനിക്കുന്നത്. മറ്റ് ഒരു വേർഡാണ് വൾസൺ. WORSEN. വൾസൺ. സിദ്ധാർത്ഥ് അവിടെ വെറുതെ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ റിക്കവർ അതിന്റെ സിനോണിം ഒന്ന് ആന്റണിം ഡിറ്റീരിയറേറ്റ് ആൻഡ് വൾസൺ. WORSE വൾസ് എന്ന വാക്ക് കേട്ടിട്ടില്ലേ? ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. WORSE വേഴ്സ് എന്ന് പറഞ്ഞാൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഇതിന്റെ ബാഡ് എന്നുള്ളതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി. മോശം എന്നല്ല, മോശമായ. നോക്കാം, വേഴ്സ് എന്ന വാക്കിന്റെ കൂടെ എൻ ഓർ EN എന്ന് ചേർത്താൽ ആ വേർഡ് വെർബായിട്ട് മാറും. വൾസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വൾസ് എന്ന് പറഞ്ഞാൽ മോശമായ. ബാഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബാഡ് മോശമായ. വൾസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മോശമായ. വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാലോ ഏറ്റവും മോശമായ. ഡിഗ്രി മാറുമ്പോ അർത്ഥത്തിൽ വന്ന വ്യതിയാനമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനോഹരമായ, അല്ലെ? മോർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മനോഹരമായ. മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ, അല്ലേ? യെസ്, അത് ഡിഗ്രീസ് പഠിക്കുമ്പോ ഞാൻ ഡിഗ്രീസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു ഭാഗം തന്നെ ഉണ്ട്. യെസ് സുരഭി, കുറെ കൂടി വഷളായ. ഇപ്പൊ വൾസൺ എന്ന വാക്കിന്റെ മീനിങ് അത് വെർബായി, അതിന്റെ മീനിങ് നിങ്ങൾ എന്തായിരിക്കും പറയുക? വൾസൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വഷളാവുക അല്ലെങ്കിൽ മോശമാവുക. ഓക്കെ, അപ്പോ നെക്സ്റ്റ് അടുത്താണ് റിഫൈൻഡ് എന്ന വാക്കാണ് നിൽക്കുന്നത്. REFINED. റിഫൈൻഡ് അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ക്രൂഡ്. CRUD.
ക്രൂഡ് എന്ന് പറഞ്ഞാൽ അസംസ്കൃതമായ, സംസ്കരിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇൻ ദ നാച്ചുറൽ സ്റ്റേറ്റ്. ക്രൂഡ് ഓയിൽ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. മറ്റൊന്ന് റോ, RAW. റോ എന്ന് പറഞ്ഞാൽ പാകം ചെയ്യാത്ത അല്ലെങ്കിൽ അസംസ്കൃതമായ, നോട്ട് ഓൾട്ടേർഡ് ഫ്രം ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ്, ദാറ്റ് ഇസ് റോ. പച്ചയായ. നെക്സ്റ്റ് റിജോയ്സ്, REJOICE. റിജോയ്സ് ആനന്ദം അല്ലെങ്കിൽ സന്തോഷം. അതിന്റെ ഓപ്പോസിറ്റ് ആണ്. പല വേർഡ്സ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങളോടുകൂടെ പറയാനുള്ളൂ. ഒന്ന് ലാമെന്റ്, LAMENT. ലാമെന്റ്. റിജോയ്സ് എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക. ലാമെന്റ് എന്ന് പറഞ്ഞാൽ വിലപിക്കുക, വിലപിക്കുക. സ്പീഡ് കുറയ്ക്കാം, നോക്കാം. റിജോയ്സ് എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ലാമെന്റ്. MOURNING, മോർണിംഗ് എന്ന വേർഡും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീപ്പ്, WEEP. WEEP. വീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരയുക എന്നാണ് അതിന്റെ അർത്ഥം. ലാമെന്റും വീപ്പ്, ഈ രണ്ട് വാക്കുകൾ തമ്മിൽ ചെറിയ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ട്. ലാമെന്റ് എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയാണ് ലാമെന്റ് എന്ന് പറയുന്നത്. ല്ല. വീപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്ന കരച്ചിൽ, ക്രൈ. എ കൈൻഡ് ഓഫ് ക്രൈ ആണ് വീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ റിജോയ്സ് എന്നതിന്റെ മറ്റൊരു ആന്റണിം റിഗ്രറ്റ്, REGRET. റിഗ്രറ്റ്. അപ്പൊ റിജോയ്സിന്റെ ആന്റണിംസ് ഏതൊക്കെയാണ്? ലാമെന്റ്, വീപ്പ്, റിഗ്രറ്റ്. അതൊരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. റെബല്യൻ ഓപ്പോസിറ്റ്, ഡോമിനേഷൻ. മറ്റൊന്ന് സോവറൈനിറ്റി. റിബഫ് ഓപ്പോസിറ്റ്, acceptance, embrace. Recover opposite, deteriorate. എന്റെ സ്പെല്ലിംഗ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. കാരണം മിസ്പെൽഡ് വേർഡ്സിന്റെ കൂടെ ചോദിക്കാൻ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പദമാണത്. മറ്റൊരു വേർഡാണ് വൾസൺ, WORSEN, വൾസൺ. ഇനി അടുത്തത് റിഫൈൻഡിന്റെ ഓപ്പോസിറ്റ് ക്രൂഡ്, CRUDE, ക്രൂഡ്. മറ്റൊന്ന് റോ, RAW. ലാസ്റ്റ് വേർഡ് റിജോയ്സ് ആണ്. റിജോയ്സ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ലാമെന്റ്, വീപ്പ്, റിഗ്രറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ലാമെന്റ് എന്ന് പറഞ്ഞാൽ വിലപിക്കുക, വിലപിക്കുക. അതെ, നോക്കൂ, കുറച്ച് നാളുകളായിട്ട് നിങ്ങൾക്ക് ഫ്രൈസൽ വെർബ്സ് തരാറില്ല. അത് ഞാൻ ഈ ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് വേർഡ് ഇതാണ്. വർക്ക് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്രൈസൽ വെർബ്സ് ആണ്. വർക്കിന്റെ കൂടെ, വർക്ക് എന്ന വേർഡിന്റെ കൂടെ ഒരു പ്രപ്പോസിഷൻ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള വെർബ്സ് ആണ്, ഫ്രൈസൽ വെർബ്സ് ആണ് തരുന്നത്. അതിലൊന്ന് വർക്ക് അറ്റ്. വർക്ക് അറ്റ് എന്ന് പറഞ്ഞ
വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക എന്നാണ്. ബട്ട് വർക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ വ്യാപൃതനായിരിക്കുക, മുഴുകിയിരിക്കുക. എൻഗേജ് വൺസെൽഫ് ടു സംതിങ്. എന്താണ് വർക്ക് അറ്റ് എന്ന് പറഞ്ഞാൽ? വ്യാപൃതനായിരിക്കുക. ഹി വർക്ക് ദാറ്റ് ഈസ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഷീ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് കൺട്രോളിങ് ഹെർ ടെമ്പർ. ഷീ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ്. കാരണം വർക്ക് അറ്റ് കഴിഞ്ഞാൽ പിന്നെ വെർബിന്റെ ഒരു ING ഫോം ഉപയോഗിക്കണം എന്നുള്ളതാണ് സാധാരണ നിയമം. അപ്പൊ ഷീ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് കൺട്രോളിങ് ഹെർ ടെമ്പർ. അവളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വ്യാപൃതയായിരുന്നു. നെക്സ്റ്റ് വർക്ക് ഇൻ എന്ന പ്രൊപോസിഷണൽ ഫ്രേസ് ആണ്. വർക്ക് ഇൻ നോക്കാം, നിങ്ങൾ എഴുതി വെക്കാം എവിടെയെങ്കിലും ഉണ്ടോ? വർക്ക് ഇൻ അക്കൗണ്ടാ എന്താണാവോ? വർക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ആഡ് ഓർ മിക്സ്, കലർത്തുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇപ്പൊ വർക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഇൻ ആഡ് ഓർ മിക്സ്, കലർത്തുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. Some turpentine was worked in the paint to loosen it. ഇതിന്റെ മീനിങ് നിങ്ങൾ തന്നെ പറയാൻ ശ്രമിക്കുക. Some turpentine was worked in എന്ന് പറഞ്ഞാൽ some turpentine was mixed or added in the paint to loosen it. പെയിന്റ് ലൂസൺ ചെയ്യാൻ, അതായത് കുറച്ചുകൂടി അയവ് വരുത്താൻ, അതിനോടൊപ്പം സം ടർപ്പൻറ്റൈൻ വാസ് വർക്ക്ഡ് ഇൻ, കുറച്ച് ടർപ്പൻറ്റൈൻ ചേർത്തു എന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് വർക്ക് ഓഫ് എന്ന ഒരു ഫ്രൈസൽ വെർബാണ്. വർക്ക് ഓഫ്, OFF. വർക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് റിഡ് ഓഫ്, അല്ലെങ്കിൽ നീക്കം ചെയ്യുക, ഒഴിവാക്കുക, ഇല്ലാതാക്കുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ വർക്ക് ഓഫ്. OFF ആണ്. വർക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് റിഡ് ഓഫ്. ഹി ട്രൈഡ് ടു വർക്ക് ഓഫ് ദ ഇഫക്റ്റ് ഓഫ് ലിക്വർ ബൈ റൈഡിങ് സൈക്കിൾ. To get rid of. He tried to work off the effect of liquor. ലിക്കറിന്റെ ഇഫക്റ്റ് ഇല്ലാതാക്കാൻ അവൻ എന്താ ചെയ്തത്? ബൈ റൈഡിങ് ഹിസ് സൈക്കിൾ. തന്റെ സൈക്കിൾ റൈഡ് ചെയ്യുന്നതിലൂടെ ലിക്കർ ഇഫക്റ്റ് അവൻ കുറയ്ക്കാൻ, ഇല്ലാതാക്കാൻ ശ്രമിച്ചു. നെക്സ്റ്റ് നീക്കം ചെയ്യുക. ഫോർത്ത് ഫ്രൈസൽ വെർബ് ഇതാണ്, വർക്ക് ഔട്ട്. നോക്കാം, വർക്ക് ഓഫിന് മറ്റൊരു മീനിങ് കൂടി ഉണ്ട്. ടു ക്ലിയർ ഓഫ് എ ഡെപ്റ്റ് എന്നും ഒരർത്ഥം അതിനുണ്ട്. ടു ക്ലിയർ ഓഫ്, അതായത് വർക്ക് ഓഫ് എന്നുള്ളതിന് ഒന്ന് ടു ഗെറ്റ് റിഡ് ഓഫ് എന്നൊരർത്ഥമുണ്ട്, മറ്റൊന്ന് ടു ക്ലിയർ ഓഫ് എ ഡെപ്റ്റ്, കടം തീർക്കുക എന്നർത്ഥം കൂടി അതിനുണ്ട്. ആ രണ്ട് മീനിങ് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ എഴുതാനല്ലേ അത്? അതെവിടെങ്കിലും എഴുതി വെച്ച് നിങ്ങൾ അത് ബൈ ഹാർട്ട് ചെയ്യണം. വർക്ക് ഓഫിന്റെ അർത്ഥം ഒന്ന് പറയാമോ? വർക്ക് OFF. വർക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് റിഡ് ഓഫ്, ഒഴിവാക്കുക. പിന്നെ അതിന് മറ്റൊരു മീനിങ് കൂടി ഉണ്ട്, ടു ക്ലിയർ ഓഫ് എ ഡെപ്റ്റ്, അതായത് ഒരു കടം തീർക്കുക. ഹി ഈസ് ട്രൈയിങ് ടു വർക്ക് ഓഫ് a heavy bank loan. He is trying to work off എന്ന് പറഞ്ഞാൽ to clear a heavy bank loan.
ഹി ട്രൈ എന്ന് പറയാൻ പാടില്ല ഷിജിൻ വർഗീസ്. കാരണം കോൺകോഡ് അല്ലെങ്കിൽ എഗ്രിമെന്റ് ഓഫ് ദ സബ്ജക്ട് വിത്ത് ദ വെർബ് എന്ന് പറഞ്ഞൊരു ഭാഗം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഹി ട്രൈ എന്ന് പറയരുത്, ഹി ട്രൈസ് എന്ന് പറയണം. ഹി ട്രൈസ് ടു വർക്ക് ഓഫ് ഹിസ് ഡെപ്ത് എന്നാണെങ്കിൽ ശരിയാണ്. കോൺകോഡ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ്, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നീട് പറഞ്ഞാൽ മതി, ഞാൻ പറയാം. കോൺകോഡ്. ഓക്കെ, അപ്പൊ അടുത്താണ് വർക്ക് ഔട്ട്. പറയാം. വർക്ക്ഔട്ട് ആണ് WORK ഔട്ട്. വർക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സാധാരണ മീനിങ് ഫലവത്താകുക, ടു ബിക്കം ഫ്രൂട്ട്ഫുൾ എന്നൊരർത്ഥം അതിനുണ്ട്. പിന്നെ പരിശ്രമിക്കുക എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് എന്താ? ഓൾ അവർ പ്ലാൻസ് വിൽ വർക്ക് ഔട്ട് ഇൻ ദ എൻഡ്. ഒരു വാക്യം നോക്കിയാൽ നിങ്ങൾ, ഓൾ അവർ പ്ലാൻസ് വിൽ വർക്ക് ഔട്ട് ഇൻ ദ എൻഡ്. ദാറ്റ് മീൻസ് all our plans will become fruitful in the end. അവസാനം നമ്മുടെ പദ്ധതികളെല്ലാം ഫലവത്താവും, വർക്ക്ഔട്ട് ആവും. ഓക്കെ, ഒരു ഫിഫ്ത്ത് വൺ ഇതാണ്. വർക്ക്ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലവത്താവുക, പരിശ്രമിക്കുക. എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ വർക്ക്ഔട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. ഓൾ all our plans will work out in the end. In the end എന്ന് പറഞ്ഞാൽ എന്താ? അവസാനം, eventually, അല്ലേ? All our plans will work out. നമ്മുടെ എല്ലാ പ്ലാൻസും വർക്ക്ഔട്ട് ആവും, അതായത് ഫലവത്താവും. നെക്സ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്, വർക്ക് ടവേർഡ്സ്. വർക്ക് ടവേർഡ്സ് എന്നാണ് അതിന്റെ ഉച്ചാരണം. ടവേർഡ്സ് എന്നാണ് ആ വാക്കിന്റെ ഉച്ചാരണം. പലരും ടുവേർഡ്സ് എന്ന് പറയാറുണ്ട്. ടവേർഡ്സ് ആണ് ശരിക്കും ഉച്ചാരണം. വർക്ക് ടവേർഡ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാക്കി നീങ്ങുക, അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുക. ട്രൈ ടു റീച്ച് എ ഗോൾ. ട്രൈ ടു റീച്ച് എ ഗോൾ. എക്സാമ്പിൾ നമുക്ക് പല ഏത് സെന്റൻസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. An ideal leader should work towards TOWARDS. നേർക്ക് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ശരിക്കും. അപ്പോ an ideal leader should work towards, ടവേർഡ്സ് കഴിഞ്ഞാൽ പിന്നെ ടു എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ടവേർഡ്സ് ടു ഗെറ്റ്. An ideal leader should work towards the welfare of all classes. Work towards the welfare of all classes. In the society. സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും നന്മ ലക്ഷ്യമാക്കിയാണ് ഒരു മാതൃകാപരമായ ലീഡർ പ്രവർത്തിക്കേണ്ടത്. അതെ, ഇനുനി, യു ആർ റൈറ്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം, വർക്ക് ഓഫ്, മറ്റൊന്ന് വർക്ക് അറ്റ്, വർക്ക് ഇൻ, വർക്ക് ഔട്ട്, വർക്ക് ടവേർഡ്സ്. ഈ 5 ഫ്രൈസൽ വെർബ്സ് ആണ്. നിങ്ങളെ മീനിങ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിക്കണം.
സാർ ഇപ്പൊ വന്ന ഫേസൽ വേർബ്സിന്റെ അർത്ഥങ്ങൾ ഒന്ന് പറഞ്ഞുതരോ? എഴുതിയതൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. യെസ്, ഓക്കെ, പറയാം. ഫസ്റ്റ് വൺ, വർക്ക് അറ്റ് അല്ല എഴുതിയത്, വ്യാപൃതനായിരിക്കുക. ഒന്നുകൂടി പറയാം, വ്യാപൃതനായിരിക്കുക അല്ലെങ്കിൽ വ്യാപൃതനാവുക, മുഴുകിയിരിക്കുക. സെക്കൻഡ് വൺ, വർക്ക് ഇൻ ആണ്, വർക്ക് ഇൻ. വർക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ആഡ് ഓർ മിക്സ്, കലർത്തുക. തേർഡ് വൺ, വർക്ക് ഓഫ്, OFF, ഓഫ് മീൻസ് ടു ഗെറ്റ് റിഡ് ഓഫ്, ഒഴിവാക്കുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക. പിന്നെ ടു ക്ലിയർ എ ഡെപ്റ്റ്, ഒരു കടം തീർക്കുക എന്നർത്ഥം. അതിന് കൂടുതലും അതിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. നെക്സ്റ്റ്, വർക്ക് ഔട്ട്. വർക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പരിശ്രമിക്കുക എന്നർത്ഥമുണ്ട്. അതുപോലെ വ്യാപൃതനായിരിക്കുക എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. സോറി, ഫലവത്താവുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ടു ബിക്കം ഫ്രൂട്ട്ഫുൾ. നെക്സ്റ്റ്, വർക്ക് ടവേർഡ്സ് ആണ്. വർക്ക് ടവേർഡ്സ് എന്ന് പറഞ്ഞാൽ ട്രൈ ടു റീച്ച് എ ഗോൾ, ലക്ഷ്യമാക്കി നീങ്ങുക അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുക. അതില് ടു ബിക്കം വർക്ക്ഔട്ടിൽ ടു ബിക്കം ഫ്രൂട്ട്ഫുൾ എന്ന് പറയുന്നത് ആ സ്പെല്ലിംഗ് ഒന്ന് പറയോ? ഫ്രൂട്ട്ഫുൾ, FRUITFUL. ഓക്കെ. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫലം അല്ലേ? അങ്ങനെ, ഓക്കെ, ശരി. അതിന്റെ കൂടെ FUL എന്ന വാക്കും കൂടി ചേർത്താൽ അത് അഡ്ജക്റ്റീവായി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഗ്രാമർ പോർഷൻ ഏത് ഭാഗം വരെ നിങ്ങളോട് പറഞ്ഞത്? നൗൺസ് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? നൗൺസ്, പ്രോനൗൺ പറഞ്ഞോ? അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. അല്ലെങ്കിലും നമ്മള് ചോദ്യങ്ങള് ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമല്ല, നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള സംഭവം കൂടിയാണത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രോനൗൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നൗൺസ് വരെ പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് പ്രോനൗൺ എന്താണെന്ന് നിങ്ങളോട് പറയാം. കാരണം പ്രോനൗൺ കൂടി അറിഞ്ഞിരിക്കുന്ന ഞങ്ങള് ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറഞ്ഞില്ലേ? ടെൻസ് ചിലപ്പോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. ടെൻസ് മുഴുവൻ കഴിഞ്ഞതല്ലേ? ടെൻസ് കഴിഞ്ഞിട്ടില്ല. എവിടം വരെ പറഞ്ഞു? ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലേ? ഓക്കെ, അത് തന്നെ തീർത്തേക്കാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് പറഞ്ഞത്. ഓക്കെ, എന്നാ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഓക്കെ. അവിടെ എന്താ ശബ്ദം കേൾക്കണ്ട? സിദ്ധാർത്ഥാണോ? സിദ്ധാർത്ഥ്. നെക്സ്റ്റ്, അടുത്ത ടെൻസ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് അല്ലേ നിങ്ങളോട് പറഞ്ഞത്? അടുത്ത ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നാണ് അടുത്ത ടെൻസിന്റെ പേര്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. നോക്കാം. ആദ്യം ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക നിങ്ങള്. സബ്ജക്റ്റ് സാധാരണ പോലെ സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ഓർ ഷാൽ ഹാവ്. വിൽ ഹാവ് ബീൻ എന്നല്ല, നമ്മളെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ പറയണത്. നിങ്ങൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറഞ്ഞോ, അതിനുശേഷം ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് മനസ്സിലാക്കേണ്ടത്. അതായത് സബ്ജക്റ്റ് പ്ലസ് will have or shall have plus V3, അതായത് past participle form of the verb, plus
ഓബ്ജക്ട്സ്. പിന്നെ ഇതില് ബൈ ദ ടൈം എന്നൊക്കെ ഒരു പ്രയോഗമുണ്ട്, ഞാൻ പറയാം നിങ്ങളോട്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ്, ഞാൻ എഴുതി കാണിക്കാൻ വേണമെങ്കിൽ subject plus will have or shall have plus V3 plus objects. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ഈ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, അതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, സിദ്ധാർത്ഥ്, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു കാര്യം പൂർത്തിയാകും അല്ലെങ്കിൽ പൂർത്തിയായിട്ടുണ്ടാവും എന്ന് പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഭാവിയില് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, by a certain future time, by a certain time in the future, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാര്യം പൂർത്തിയായിട്ടുണ്ടാവും എന്ന് പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എന്താണ് അതിന്റെ ഉപയോഗം? This tense is used to express an action that will be completed by a certain future time. That will be completed by a certain future time. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടാവും എന്ന് പറയാനാണ് നമ്മൾ സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് പറയണം, അവന്റെ വീട് വൃത്തിയാക്കിയിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെ പറയും? അവന്റെ വീട് വൃത്തിയാക്കിയിട്ടുണ്ടാവും. സിദ്ധാർത്ഥ്, from your part and we are hearing unnecessary sound. Please mute or either cooperate with us. അപ്പൊ അവന്റെ വീട് വൃത്തിയാക്കിയിട്ടുണ്ടാവും. ഭാവി ടൈം ഒന്നും ഇവിടെ പറയാനില്ല. നിങ്ങൾ ആ സ്ട്രക്ചർ ഉപയോഗിച്ച് വാക്യം ഒന്ന് പറയാമോ? He will have cleaned the house. നോക്കാം, he will have cleaned the house എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന്റെ മലയാളം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അവന്റെ വീട് വൃത്തിയാക്കിയിട്ടുണ്ടാവും. എപ്പോൾ? ഭാവിയിൽ ഒരു നിശ്ചിത സമയം. ഞാൻ പറയണം, അവൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയമാവുമ്പോഴേക്കും അവൻ വീട് വൃത്തിയാക്കിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? She will have cleaned the house by the time. By the time എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും എന്നാണ് അതിന്റെ അർത്ഥം. By the time he leaves the house. By the time he leaves എന്നേ പറയാവൂ. അതായത് by the time കഴിഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റിനോടൊപ്പം സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് സാധാരണ ഉപയോഗിക്കാറ്. She leaves the house. He will have cleaned the house by the time he leaves the house. ഫ്യൂച്ചർ പെർഫെക്റ്റിനോടൊപ്പം ഉപയോഗിക്കുന്ന ചില ടൈം വേർഡ്സ് ഉണ്ട്, or adverbs or words indicating time, future time. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ബൈ ദ ടൈം, ബൈ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ചയാവുമ്പോഴേക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇൻ ദ നെക്സ്റ്റ് വീക്ക് എന്നല്ല, ഇൻ ദ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ചയിൽ എന്നാണ്. ബൈ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ചയാവുമ്പോഴേക്കും, ബൈ നെക്സ്റ്റ് മന്ത്. അതുപോലെ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. അപ്പോ
ഈ വർഷം അവസാനമാവുമ്പോഴേക്കും സജിത് രാജ് ഒരു കാർ വാങ്ങിയിട്ടുണ്ടാവും. നമുക്കെങ്ങനെ പറയാൻ പറ്റും? വിത്തിൻ എ ഇയർ അല്ല, അടുത്ത ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ വർഷത്തെ വർഷം അവസാനിക്കാറാവുമ്പോഴേക്കും സജിത് രാജ് ഒരു കാർ വാങ്ങിയിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെ പറയും? സജിത് രാജ് will have bought a car by the end of this year. നിങ്ങൾക്ക് ഏത് വാക്യം വേണമെങ്കിലും പറയാം അല്ലേ? നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് വീക്ക്. ബൈ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും. അതാണ് അതിന്റെ മലയാളം. ഉണ്ടോ? അതെ അതെ, ഉണ്ടോ? ഇപ്പൊ അടുത്ത മാസം ആവുമ്പോഴേക്കും ധന്യ ഈ പാഠങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെ പറയും. ധന്യ will have learned English grammar by next month, or by next year, or by the end of this year. അപ്പൊ അത് മനസ്സിലായില്ലേ? അതിന്റെ സ്ട്രക്ചറാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴേക്കും അതെ, അപ്പോഴേക്കും കിനൂനി കുക്കിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടാവും. നമുക്കെങ്ങനെ പറയാം? അപ്പോഴേക്കും. അപ്പോഴേക്കും എന്ന് അർത്ഥം കിട്ടാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് എന്താണെന്ന് വെച്ചാൽ ബൈ ദെൻ. അപ്പോഴേക്കും. ആ വാക്യം നമുക്ക് ഇങ്ങനെ പറയാം: കിനൂനി will have finished cooking. Inuni will have finished cooking by then. അപ്പോഴേക്കും. No. Inuni will have finished cooking by then. അപ്പൊ ഞങ്ങൾ എത്തുമ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾ എത്തുമ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ള ഈ വാക്യം ഇംഗ്ലീഷിൽ നിങ്ങൾ എങ്ങനെ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസും സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ച് പറയും? അവിടെയാണ് നമ്മുടെ ഭാഷാപരമായിട്ടുള്ള ടാലന്റ് നമുക്ക് കാണിക്കേണ്ടത്. ഞങ്ങൾ എത്തുമ്പോഴേക്കും, അപ്പോഴേക്കും എന്നർത്ഥം കിട്ടാൻ നമ്മൾ ബൈ ദ ടൈം, അല്ലേ? ആ സമയമാവുമ്പോഴേക്കും എങ്ങനെ വേണമെങ്കിലും പറയാം. കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. The children or the kids will have slept or will have gone to bed. Children will have gone to bed എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ children will have slept എന്ന് വേണമെങ്കിലും പറയാം. But children will have slept by the time. അപ്പോഴേക്കും. എപ്പോഴേക്കും? ബൈ ദ ടൈം വി, ഞങ്ങൾ, അറൈവ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. ഷാൽ എന്ന് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആവുമ്പോഴാണ്. അതുകൊണ്ട് ഐ ഷാൽ, വി ഷാൽ എന്ന് പറയാം. അതുപോലെ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണോടൊപ്പം നിങ്ങൾ വിൽ ഹാവ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇത് മാറിയും ഉപയോഗിക്കാം, അർത്ഥത്തിൽ വ്യത്യാസം വരുന്നതായിരിക്കും. അത് പിന്നീട് പറയാം. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ഉപയോഗം. ഈ വർഷം അവസാനമാവുമ്പോഴേക്കും കോൺട്രാക്ടർ തന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അറൈവ്ഡ് അല്ല, അറൈവ് എന്നാണ് സ്മിത. ബൈ ദ ടൈം വി അറൈവ്, ഞങ്ങൾ എത്തുമ്പോഴേക്കും.
അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഈ വർഷം അവസാനമാവുമ്പോഴേക്കും. അങ്ങനെയുള്ള ശൈലിയാണ് നിങ്ങൾ മലയാളത്തിലെ ശൈലിക്ക് സമാനമായ ഇംഗ്ലീഷ് ശൈലിയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ വർഷം അവസാനമാവുമ്പോഴേക്കും കോൺട്രാക്ടർ ആ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ടാവും. How to express this idea in English by using future perfect and simple future perfect tense. The contractor third person ആണ്. അപ്പൊ will എന്ന് ഉപയോഗിക്കാം. The contractor will have finished the work. The contractor will have finished the work by the end of this year. By the end of this year. No. നാളെ ഈ സമയമാവുമ്പോഴേക്കും ഞാൻ ആ ജോലി പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ എങ്ങനെ പറയും? നാളെ ഈ സമയമാവുമ്പോഴേക്കും, അവിടെയും ബൈ ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. By this time tomorrow. നാളെ ഈ സമയം ആവുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ആ ആശയം നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? By this time tomorrow I will have finished the job or the work. അപ്പൊ നാളെ ഈ സമയമാവുമ്പോഴേക്കും ഷിജിൻ വർഗീസ് പൂനെക്ക് പോയിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെ പറയും? ഷിജിൻ വർഗീസ് will have gone to Pune by this time tomorrow. അല്ലേ? ഓക്കെ, അത് നമുക്ക് മനസ്സിലായില്ലേ? അടുത്തത് അത് ക്ലിയർ പറഞ്ഞോ. നാളെ ഈ സമയമാകുമ്പോഴേക്കും ഈ വർക്ക് പൂർത്തീകരിക്കും. അത് ഒന്നുകൂടി പറഞ്ഞേ സാറേ. നാളെ ഈ സമയമാകുമ്പോഴേക്കും അല്ലെ? ബൈ ദിസ് ടൈം ടുമോറോ. ബൈ ദിസ് ടൈം, TIME. ബൈ ദിസ് ടൈം എന്ന് പറഞ്ഞാൽ ഈ സമയമാകുമ്പോഴേക്കും. എപ്പോൾ? ടുമോറോ. ഇംഗ്ലീഷില് നമ്മൾ മലയാളം എഴുതുന്ന പോലെ ഇംഗ്ലീഷ് സെന്റൻസിന്റെ മീനിങ് നമ്മൾ പുറകിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ടോ? ബൈ ദിസ് ടൈം ടുമോറോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെ പറയും, നാളെ കണ്ടോ ഈ സമയം ആവുമ്പോഴേക്കും. ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ഓർ കംപ്ലീറ്റഡ് മൈ വർക്ക്. സാർ, ഈ ബൈ ദിസ് ടൈം എന്നുള്ളത് അതിന്റെ സെന്റൻസിന്റെ ലാസ്റ്റും പറയാൻ പറ്റത്തില്ലേ? പറയാം, അതെങ്ങനെ വേണമെങ്കിലും പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്യം തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഇപ്പൊ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് ബൈ ദിസ് ടൈം ടുമോറോ എന്ന് പറയാം. ബട്ട് ബൈ ദിസ് ടൈം ടുമോറോ എന്ന ആ ഫ്രൈസ് നമുക്ക് ആദ്യം എഴുതി പറയാം. പക്ഷെ ഇപ്പൊ കോമ ഇട്ട് വേർതിരിച്ചിരിക്കണം. ബൈ ദിസ് ടൈം ടുമോറോ, കോമ, I will have finished my work. ടൈം ഫ്രേസ് അവസാനം ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ പോലെ എഴുതുക. ടൈം ഫ്രേസ് നിങ്ങൾ ആദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ ആ ടൈം ഫ്രേസിന് ശേഷം ഒരു കോമ ഇട്ട് വേർതിരിച്ചിരിക്കണം. യെസ്, ബൈ ദിസ് ടൈം ടുമോറോ. യെസ്, ഇനുരി ശരിയാണ് എഴുതിയത്. ഓക്കെ, ലാസ്റ്റ് ഒരു ടെൻസ് കൂടിയാണ്. അടുത്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് സാധാരണയായിട്ട് വലിയ കാര്യമായിട്ട് ഉപയോഗം വരാറില്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇപ്പോ ഈ ടെൻസ് ഇല്ലാതെ തന്നെ ഈ ആശയം നമുക്ക് മറ്റു ടെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കാം. പക്ഷെ എങ്കിലും ടെൻസിനെ 12ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് കൊണ്ടതാണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നോക്കാം. ഇതും സാധാരണ പോലെ സബ്ജക്റ്റ് പ്ലസ്
will have been or shall have been plus ing form of the verb. No. Will have been or shall have been plus ing form of the verb. Okay. ഞാൻ പറയാ ഒരു വാക്യം, ഈ ടെൻസിന് വലിയ പ്രാധാന്യമില്ല. ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്. നോക്ക അവിടെ ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്. അതിന്റെ ശരിയായിട്ട് മലയാളം പറയുകയാണെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. കണ്ടോ? ഈ ആശയം നമ്മള് മറ്റു പല രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ടെൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ആ ടെൻസിന്റെ ഉപയോഗം ഇതാണ്: ഒരു കാലയളവിൽ തുടരുകയും ഭാവിയിൽ മാത്രം അവസാനിക്കുകയും ചെയ്യുന്ന തുടർച്ചയായ പ്രവർത്തികൾ ഈ ടെൻസിൽ ഉൾപ്പെടുത്തും. അപ്പൊ ഇവിടെ ഇതിന് വലിയ പ്രാധാന്യമില്ല, എങ്കിലും അതിന്റെ സ്ട്രക്ചർ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്ക. ഇതിന്റെ ഉപയോഗം ഇതാണ്: to express an action which will be going on over a period of time and will end in the future. അതായത് ഭാവിയിൽ ഒരു കാലയളവിൽ തുടരുകയും അത് ഭാവിയിൽ തന്നെ അവസാനിക്കുകയും അങ്ങനെയുള്ള പ്രവൃത്തികൾ പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ബൈ നെക്സ്റ്റ് ഇയർ, അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും, അടുത്ത വർഷം ആവുമ്പോഴേക്കും ഐ ഷാൽ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 10 years. അടുത്ത വർഷം ആവുമ്പോഴേക്കും ഐ ഷാൽ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 10 years. 10 വർഷമായി ഞാൻ ഇവിടെ താമസിച്ചു കൊണ്ടേയിരിക്കുകയായിരിക്കും. നമ്മളിങ്ങനെ പറയാറില്ല. അതുകൊണ്ടാണ് ഈ ടെൻസ് സാധാരണയായിട്ട് കാര്യമായി ഉപയോഗിക്കാറില്ല. എന്റെ സ്ട്രക്ചർ തൽക്കാലം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ബീൻ ഓർ ഷാൽ ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. അപ്പൊ ടെൻസുകൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ തീർത്തു. ഏതൊക്കെയാണ് ടെൻസ്? ടെൻസുകള് ഓർത്തിരിക്കാന്ന് വേണ്ടി പറയാം. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. 4 അല്ലേ? അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിന് ഇതുപോലെ കാറ്റഗറൈസേഷൻ ഉണ്ട്. ഏതൊക്കെയാണ് അത്? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചറിനും ഇതുപോലെ 4 കാറ്റഗറൈസേഷൻ ഉണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ആ ടെൻസുകളുടെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ബട്ട് നിങ്ങൾ ഏറ്റവും ആത്യന്തികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് ചോദിക്കണം, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് പറയണം എന്ന് പറഞ്ഞാൽ അത് പറയാനാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോ ആദ്യം തന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ നമ്മൾ ഓടി വരണം മനസ്സിൽ. സബ്ജക്ട് പ്ലസ് present perfect continuous has been or has been plus ing form of the verb. No, but Danya has been learning English for the last 2 hours or for the last 2 years. അതുപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് പറയാൻ പറഞ്ഞാലും നിങ്ങൾ എങ്ങനെ പറയും? I learned English yesterday, or I taught you English 2 days before. And അവിടെ taught subject plus past tense form of the verb പിന്നെ object. പിന്നെ ഒരു ടൈമിനെ കാണിക്കുന്ന ഒരു പദം കൂടി സിമ്പിൾ പാസ്റ്റ് ടെൻസിനോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നണം. V3 പ്ലസ് ഓബ്ജക്റ്റ്. ആ സ്ട്രക്ചർ ഓർത്തിരിക്കുക നിങ്ങൾ.
സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ ഏതാണ്? അതിൽ ഡു എന്നോ ഡസ് എന്നോ ഉണ്ടായിരിക്കും, അല്ലെ വെർബിനോടൊപ്പം എസ് ഓർ ഇ എസ് ഉണ്ടായിരിക്കും. എല്ലാത്തിന്റെ കൂടെയല്ല സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ, നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിലാണ് എസ് ഓർ ഇ എസ് ഉണ്ടാവുന്നത്. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നോ എസ് ഓർ ഇ എസ് ഇല്ല, ബേസ് ഫോം ഓഫ് ദ വെർബ് ഈസ് യൂസ്ഡ്. യെസ്, അപ്പൊ നമുക്ക് എന്താണ്ട് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഈ ടെൻസുകൾ ഉണ്ടല്ലോ, 12 ടെൻസുകൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഒരു ടെൻസ് പറയും, ആ ടെൻസിൽ നിങ്ങൾ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് പറയണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ടെൻസിന്റെ ഉപയോഗം, അതിന്റെ സ്ട്രക്ചറും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ് ടു യു ആൾ. Thank you, sir. Good night. Thank you, sir. Good night. Thank you, sir.